നമ്മൾ നോക്കാൻ പോകുന്നത് ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പം മിലേ സബ്കോണിലെ പാടത്തു നിന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്കൊന്ന് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. कविता का आशय कविता मिले सबको. कविता का अंश पढ़े और प्रश्नों उत्तर लिखे. അതായത് മിലേ സബ്കോ എന്ന കവിതയുടെ ആശയം വായിച്ച് മനസ്സിലാക്കി ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറയുന്നത്. നമുക്കൊന്ന് കവിത വിശദീകരിക്കാം. बहुत ज़रूरी है എന്ന് പറഞ്ഞാൽ വളരെ അത്യാവശ്യമാണ്. കി മിലേ സബ്കോ എല്ലാവർക്കും കിട്ടുന്നത്. ഉഗനെ കേലിയെ മുളയ്ക്കാൻ വേണ്ടി. തോടി സി മിട്ടി ബൂന്ത് ഭർ നമി ലേശം മണ്ണും ലേശം നനവും. തോടി സി ഹവ ഓർ ധൂപ് ലേശം വെയിലും കാറ്റും. ഗിൽനെ കേലി മുട്ട് വിടരാൻ വേണ്ടിയിട്ട്. പക്കനെ കേലി അപ്പം ഞാൻ ഒന്ന് ഇതിൻ്റെ ശരിക്കുള്ള ആശയം പറഞ്ഞുതരാം. ഇതെല്ലാം ജോയിൻ്റ് ആയിട്ടല്ലേ, അതായത് ഇതുമായിട്ട് ജോയിൻ ആയിട്ടുണ്ട്, ഇതുമായിട്ട്, ഇതുമായിട്ട്. അപ്പം ഇതൊക്കെ അടുത്ത നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. ഇവിടെ പക്കനെ കേലിയെ ക്യാ ചാഹിയെ. ഇവിടെ ഓപ്ഷൻ ഉണ്ട് മിട്ടി ധൂപ് ആങ്ക് ഹവ. അപ്പോൾ ഇവിടെ അതിന് ആൻസർ ഉണ്ട് ഇതാ പക്കനെ കേലിയതാ. അപ്പോൾ ആങ്ക് എന്ന ഉത്തരമാണ് ശരി ഉത്തരം. അപ്പോൾ ആങ്ക് എന്നുള്ള ഉത്തരം ഇവിടെ ഉണ്ട് നോക്കുക. യെസ്, ഇവിടെ ഉണ്ട്. അപ്പോൾ ഒന്നാമത്തേൻ്റെ ആൻസർ ഫസ്റ്റിൻ്റെ ആൻസറാണ് ഇത്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് നമ്പർ ഇട്ട് നോക്കാം. ഇത് നമ്പർ 1, നമ്പർ ഇടാം 1, 2, 3, 4. ഓക്കെ, അപ്പം നമുക്ക് ഇത് ഇടാം. പക്കനെ കേലിയെ ക്യാ ചാഹിയെ. അപ്പോൾ ഇവിടെ ആൻസർ വരൽ ഇവിടെ ഏതെല്ലാം നമ്പർ 1, 2, 3, 4, 3 എന്നാണ് ആൻസർ വരൽ. അപ്പോൾ ഇവിടെ 3 ഇട്ടെടുക്കാം. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സഹി മിലാൻ കരോ ചേരുംപടി ചേർക്കുക. ഉഗനെ കേലിയെ മുളയ്ക്കാൻ വേണ്ടി എന്തായിരിക്കും വേണ്ടിയുള്ളത്? ഇവിടെ ഉണ്ടത്
उगने के लिए उगने उगने के लिए इതാ ഇവിടെ ആൻസർ ഉണ്ട്. മിട്ടി ഓർ ബൂന്ത് നമി ബർനമി അതിവിടെ ഉണ്ടോക്ക ഉണ്ടല്ലോ. ഇതാ ഇവിടെ ഒന്ന് ഇതാ ഇതാണിപ്പോൾ ഒന്നാമത്തതിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ രണ്ടാമത്തതിൻ്റെ ആൻസർ എന്തായിരിക്കും? അപ്പം രണ്ടാമത്തതിൻ്റെ ആൻസർ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഉടനെ के लिए क्या चाहिए? उड़ने के लिए उड़ने के लिए उड़ने के लिए ഉടനെ കെലിയെ എവിടെ ഇല്ല, പക്ഷേ ഉടനെ കെലിയെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പോൾ ഉടനെ കെലിയുടെ അർത്ഥം പറക്കാൻ വേണ്ടി എന്തായിരിക്കും വേണ്ടിയുള്ളത്? പങ്കാണ് വേണ്ടി വരിക. അതായത് പങ്ക് വെച്ചാൽ ചിറക്, പങ്ക് വെച്ച ചിറക്. ഇനി ജീനെ കെലിയെ അതും ഇവിടെ ഇല്ല, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, പഠിച്ചിട്ട് പോകണം. ജീനെ കെലിയെ ജീവിക്കാൻ വേണ്ടി എന്താണ് വേണ്ടത്? ജമീൻ, ഭൂമി. ചിറക്. ചിറക്, ചിറക് നല്ല ചിറക്. ചിറക്. മിട്ടി ഓർ പാനി അതായി പാനി, അതൊക്കെ. ഇനി ഇല്ലത് ലാസ്റ്റിലത് ഗിൽനെ കെലിയാണ്. അതെന്തായാലും ഹവ ഓർ ധൂപായിരിക്കണം. കാരണം ഇത് മുളയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിരിയാൻ വേണ്ടിയിട്ട് ഹവ ഓർ ധൂപ്, അതായത് വെയിലും കാറ്റുമാണ് ഇത് മുളയ്ക്കാൻ വേണ്ടത്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് സോച്ചന കഹാനി കാ अंश पढ़े और प्रश्न के उत्तर लिखे. के लिए പഠിക്കണല്ലേ എന്നത് പറഞ്ഞത്. मैं नस्ल बन जाता है. इच्छु सोचते हुए बोला. കന്യാണ് കേട്ടോ, അത് കന്യ, മെയിൻ കന്യാണ്. എനിക്ക് ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നതാണ്. ओके, मैं गन्ना बन जाता हूँ. इच्छु सोचते बोला.
तब तो रस पीना आना। नहीं मैम अकेले नहीं, हवा बहुत सारी चींटियां आएगी। बिनिया बोली। अरे नहीं, गुदगुदी होगी। गुदगुदी होगी। गुदगुदी होगी। तू तो गन्ना बन जाता होगा, गुदगुदी नहीं होगी। ഇത്രയാണ് പാരഗ്രാഫ്. ഇത്രയാണ് പാരഗ്രാഫുള്ളത്. ഇനി അതിൻ്റെ ചോദ്യത്തിലാണുള്ളത്. നമുക്കതൊന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ വരുന്നത് തബ് तो रस पीना आंगा. यह किसने कहा? അതായത് തബ് तो रस पीना आना. നിങ്ങൾ ജ്യൂസ്. ഇത് പറയുന്നത് ഇച്ചു ആണ്. ഇച്ചു കരിമ്പായിട്ടേ ഇല്ലേ, അപ്പോൾ അതിൻ്റെ ജ്യൂസ് ഉണ്ടാവില്ല. ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് വന്ന സമയത്താണ് ഇത് പറയുന്നത്. ഇത് ആരാ പറയുന്നത്? ഇതെവിടെയുണ്ട്? ഇത് അതേപോലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. തബ് तो रस पीना आना. ഇതൊന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾ കിട്ടും. ഇതിൻ്റെ ആൻസർ ഇച്ചു ആണ് കേട്ടോ. ഇച്ചു. ഇതിൻ്റെ ആൻസർ ഇച്ചു ആണ്. ഇച്ചു ആണ്. പിന്നെ രണ്ടാമത്തത് इच्छु आरे बिनिया की बीच का बचित तैयार करे. इच्छु और बिनिया के बीच का बातचीत तैयार करें. അവർ തമ്മിലുള്ള സംഭാഷണം ഉണ്ടാക്കണം. അതാണ് ഇതിലെ അവർ തമ്മിലുള്ള സംഭാഷണം ഉണ്ടാക്കണം എന്നാണ് ഈ ക്വസ്റ്റ്യൻ പറയുന്നത്. അപ്പോൾ സംഭാഷണം ഉണ്ടാക്കണം എന്നാണ് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഓപ്ഷൻസ് നമ്മളുണ്ട്. ഇത് എങ്ങനെ ഇങ്ങനെ എടുക്കുന്നതാണ്. അപ്പം ഇത് അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. नहीं मैम अकेला नहीं, हवा बहुत सारी चींटी आएंगी. अरे नहीं गुदगुदी होगी.
मैं गन्ना बन जाता है ഗുദ്ഗുദി നഹി ഹോഗി. അപ്പം ഇത് ഓർഡർ ആക്കിയാൽ മതി. അപ്പം ഇതിൻ്റെ ആൻസർ വരല് ഇതാ. ഫസ്റ്റ് ഇത്, സെക്കൻഡ് ഇത് കുറച്ച് വലുതായിപ്പോയി, സെക്കൻഡ് ഇത്, തേർഡ് ഇത്, ഫോർത്ത് ഇത്. അതേപോലെ അവിടെ ഇച്ചു ഓർ ബി. ഇച്ചു പറയുന്നത് ഇത് ഇച്ചു ആണ്, ഇത് ഈ, ഇത് ബി, ഇതേപോലെയാണ് കളർ. സോറി, അത് ബെഡ് ടൈം മൂഡ് ഓൺ ആക്കിയിട്ടാണ്. അപ്പോൾ ഗുദ്ഗുദി നഹി ഹോഗി അതാണ്. അപ്പോൾ ഇത് ഈ, ഇത് ബീന, ഇത് ഇച്ചു, ലാസ്റ്റ് ബി, അത് പിനിയ. അതിന് ശേഷമുള്ളത് പാർട്ട് 2. ഇത് പാർട്ട് 2 കാണിക്കാം.